പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിൽ വരുന്ന ഒരു ലിക്വർ ഉണ്ട്. എനിക്ക് പേര് ബ്രൗൺ കളറിലുള്ള ലിക്വറാണത്, മദ്യം തന്നെയാണ്. അത് മൊത്തം എടുത്ത് എന്റെ തലയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ കൊണ്ടുവന്ന ബീഫിന്റെ കറി എടുത്ത് എന്റെ മുഖത്ത് മൊത്തം തേച്ചു. ഇത് മുഖത്ത് തേക്കുന്നത് കാരണം മുഖം എരിയുന്നുണ്ടല്ലോ. ഇപ്പൊ അത് തുടയ്ക്കാനായിട്ട് കയ്യിൽ കിട്ടിയത് ഞാൻ ഇട്ടിരിക്കുന്ന നൈറ്റി തന്നെയാ. അത് ഞാൻ പൊക്കി തുടയ്ക്കുന്ന സമയത്ത് കയ്യിൽ സിഗരറ്റ് ഉണ്ടായിരുന്നു. സിഗരറ്റ് വെച്ച് പൊള്ളിപ്പിച്ചു. വലത്തെ തുടയ്ക്ക് അകത്താണ്. നമസ്കാരം. വീണ ജോർജ് അടക്കം 8 പേർക്കെതിരെയാണ് എൻ്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. അതിൽ വീണ ജോർജ് എന്നോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി 3 പേരെ കൊട്ടേഷൻ ഏൽപ്പിക്കുകയും ആ കൊട്ടേഷൻ പ്രകാരം ഒരു കള്ളപ്പരാതി കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ കൃത്യമായുള്ള 100ഓളം രേഖകളാണ് ഞാൻ കോടതിയിൽ സമർപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം ACGM കോടതി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനോട് 1246/2022 നമ്പറിൽ കേസെടുക്കാൻ ഉത്തരവിട്ടിട്ടുള്ളത്. ആ കേസിൽ വീണ ജോർജ് കണ്ടെത്തിയിട്ടുള്ള കൊട്ടേഷന് വേണ്ടി നിയമിച്ചിട്ടുള്ള ഒരു കള്ളനും ക്രിമിനലുമായ ശ്രീജിത്തിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് പുറത്തുവിടുന്നത്. ഇത് ഞാനല്ല പറയുന്നത്, വലയിൽ വീഴ്ത്തിയുള്ള ധാരാളം പെൺകുട്ടികളുണ്ട്. ധാരാളം പെൺകുട്ടികളുടെ ജീവിതമാണ് നശിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ വലയിൽ വീഴ്ത്തുന്നത്, എങ്ങനെയാണ് ആ പെൺകുട്ടിയോട് പിന്നെ പെരുമാറുന്നത്? ഇവിടെ തന്നെ ഈ പെൺകുട്ടിയോട് മദ്യം തലയിലൊഴിക്കുന്നു, മുഖത്ത് ബീഫ് കറി തേക്കുന്നു, തൊടയിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുന്നു. അങ്ങനെ ഭീകരമായ രൂപത്തിൽ ക്രൂരമായി പീഡിപ്പിച്ച് അവസാനം സ്വന്തം കുട്ടിയെയും കൊണ്ട് ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ട ഒരു ഗതികേട് തന്നെ ആ പെൺകുട്ടിക്കുണ്ടായി. ആ പെൺകുട്ടി പറയുന്ന കഥ ഒന്നും കൂടി കേൾക്കാം. ആദ്യം പറഞ്ഞിട്ടുള്ള ഭാഗം ആ കുട്ടിക്കുണ്ടായ ക്രൂര പീഡനങ്ങളുടെ ചെറിയ ഭാഗമാണ്. ആ പെൺകുട്ടി ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 100 ദിവസം കഴിഞ്ഞ് തീർത്താലും തീരാത്തത്ര വിഷമങ്ങളാണ് ലോകത്തോട് പറയാനുള്ളത്. അതൊന്ന് ബ്രീഫാക്കി ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളിവിടെ ചേർക്കുകയാണ്. വീണ ജോർജ് ഇത്തരത്തിലുള്ള ഭൂലോക തട്ടിപ്പുകാരനും ക്രിമിനലും കള്ളനും പലരെയും വലയിൽ വീഴ്ത്തുന്ന, ആരെയും സ്വാധീനിക്കാൻ കഴിയുന്ന കൈരളി ചാനലിലെ പ്രവർത്തകനായിരുന്ന ഈ ശ്രീജിത്ത് ശ്രീനിവാസൻ അതേ ചാനലിലെ ഒരു അവതാരികയാണ് വലയിൽ വീഴ്ത്തി നശിപ്പിച്ചിട്ടുള്ളത്. ആ കുട്ടി പറയുന്ന സങ്കടകരമായ കഥ നമുക്ക് പൂർണ്ണമായി കേൾക്കാം. അത് പൂർണ്ണമായി കേൾക്കുക. ഇതുപോലെ അനുഭവമുള്ള ആളുകൾ ക്രൈമിലേക്ക് ബന്ധപ്പെടുക. ഹലോ, നമസ്കാരം. നമസ്കാരം. അതായത് ശ്രീജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരന്റെ കുറിച്ച് അറിയാമോ? നന്നായിട്ട് അറിയാം എനിക്ക്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു നമ്മൾ എന്ന് പറയുന്ന സത്യമാണോ? ഭാര്യ എന്ന് പറയാൻ പറ്റില്ല. ലിവിങ് ടുഗദറിലായിരുന്നു. കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ അച്ഛനും എൻ്റെ അടുത്ത് വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു. അതായത് ജീവിക്കാൻ തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മുൻ ഭാര്യയിൽ നിന്നും ഡിവോഴ്സ് കിട്ടിയിട്ടില്ല എന്ന വിവരം. പിന്നെ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹവുമായി അടുക്കാനുണ്ടായ കാര്യം എങ്ങനെയാണ്? ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കൈരളി ചാനൽ. അതെ, കൈരളി ചാനലിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പല ചാനലിലായിട്ടും. അപ്പൊ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അവതാരികയായിട്ടല്ലേ വർക്ക് ചെയ്തത്? അതെ, അവതാരിക ആങ്കർ ആയിരുന്നു. കൈരളി ചാനലിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു കൊളീഗ് അത്ര മാത്രമേ അറിയാവുന്നുള്ളൂ. പിന്നെ നല്ലൊരാളായിരിക്കുമല്ലോ എപ്പോഴും. നമ്മുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെയല്ലേ കാണാറുള്ളൂ. അങ്ങനെ പരിചയത്തിലേക്ക് ആയി വന്നതാണ് പുള്ളിയായിട്ട്. ശ്രീജിത്ത് ശ്രീനിവാസനായിട്ട്. ശ്രീജിത്ത് ശ്രീനിവാസനായിട്ട്. അതെ. പിന്നെ എങ്ങനെ അദ്ദേഹത്തിന്റെ വലയിൽ വീണു? ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്കും കാരണം വാക്ചാതുര്യം, വർത്തമാനം പറയാനുള്ള ഒരു കഴിവ്, അത് നമ്മൾ ആരെയും വിശ്വസിച്ച് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു തരത്തിലുള്ള വർത്തമാന ശൈലിയാണ് ശ്രീജിത്തിൻ്റെത്. അതുകൂടായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ ഭയങ്കര നൈപുണ്യമാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എഡ്യൂക്കേഷൻ ഏത് തരത്തിൽ, ഏത് ലെവൽ വരെയാണ് നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇംഗ്ലീഷ് പറയുന്നത്. അത് കൂട്ടത്തിൽ പറയുന്നത് ഞാൻ ഗൾഫിലായിരുന്നു, ഞാൻ ഇന്ന വലിയ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു, എനിക്ക് നാട് വിട്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരുന്നത്.
അങ്ങനെയാണ് പരിചയത്തിലാകുന്നതും. നല്ലൊരു സുഹൃത്ത് ബന്ധം എന്ന രീതിയിലാണ് തുടങ്ങിയത്. പക്ഷേ പലതരത്തിലും എന്നെയും എന്റെ സുഹൃത്തുക്കളെയും തമ്മിൽ അകറ്റിപ്പിച്ച് ഞാൻ ഒറ്റപ്പെടുകയും പിന്നെ നമുക്ക് ആരും ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ ബലം ഇങ്ങനെ ചോർന്നു പോകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, സാന്ത്വനിപ്പിക്കുക അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് കണ്ടിട്ടാണ് ഞാൻ ആ വർത്തമാനവും അദ്ദേഹമായിട്ട് കാണാനും മിണ്ടാനും മുൻപോട്ട് പോയത്. അങ്ങനെയാണ് ആ റിലേഷൻ. അതെ. നമ്മള് വലിയൊരു നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? എന്റെ അച്ഛൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. എന്റെ അമ്മ വന്നിട്ട് ഒരു റോയൽ ഫാമിലിയിലുള്ളതാണ്, തമിഴ്നാട് ബേസ് ചെയ്തിട്ട്. വളരെ സന്തോഷമായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു ഫാമിലിയാണ്. എന്നെയും പഠിപ്പിച്ചു. ഞാനും പഠിച്ചു. ട്രിവാൻഡ്രത്തും പഠിച്ചു, മറ്റ് പല സ്റ്റേറ്റുകളിലും ഞാൻ പഠിച്ചു. ഞാൻ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇപ്പോഴും ജോലിയുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൂടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. എവിടെ, എങ്ങനെ, കഴിച്ചോ, ഇരുന്നോ. നമ്മൾ ഭയങ്കര കെയറിങ് ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള നമുക്ക് ആ ഒരു സമയത്ത് ആരും ഇല്ലായിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവത്തിൽ ഫോൺ വരുമ്പോൾ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരാളാണ്, ജെനുവിൻ ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ മനസ്സിനകത്ത് വന്നു അന്ന്. അങ്ങനെയാണ് പോയത്. എന്റെ ഫാമിലിയിൽ അക്സെപ്റ്റബിളേ അല്ല. ഇപ്പോഴും അത് വലിയ എന്തോ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ആണ് ഇപ്പോഴും പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ചിരിക്കേണ്ടതേ അല്ല ഞാൻ ആക്ച്വലി. അതെ. ഈ അദ്ദേഹത്തോടൊപ്പമുള്ള ജീവിതം എങ്ങനെയായിരുന്നു? ഇപ്പം നമ്മൾ ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പം സ്വാഭാവികമായിട്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കുമല്ലോ മറ്റൊരു വീട്ടിലുള്ളതെന്ന്. ഇത് എൻറ്റയർലി അല്ല, ഫുള്ളി ടോട്ടലി എൻറ്റയർ സിറ്റുവേഷൻ, അറ്റ്മോസ്ഫിയർ എല്ലാം വ്യത്യാസമാണ്. മകൻ തെറി വിളിക്കുക, അച്ഛനെ തെറി വിളിക്കുക, അടിക്കാൻ കൈ ഓങ്ങുക, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ. ഞാനതൊന്നും കണ്ടല്ല വളർന്നത് ഞാൻ ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും മകനും കൂടെ ഇരുന്ന് ഒരുമിച്ച് കള്ള് കുടിക്കുക. അച്ഛന്റെ അമ്മേന്റെ പേരെന്താ? അച്ഛന്റെ പേര് ശ്രീനിവാസൻ, അമ്മയുടെ പേര് രജനി. അച്ഛൻ ചന്ദരൂരുള്ള ആളാണ്. അമ്മ ആലപ്പുഴ ചന്ദരൂർ. അതെ, ആലപ്പുഴ ചന്ദരൂരുള്ളതാണ്. അമ്മ പറവൂരുകാരിയാണ്. നോർത്താണോ അങ്ങനെ എനിക്കറിയില്ല, എക്സാക്ട്ലി ഓർമ്മയില്ല. അവരെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ചന്ദരൂര് വന്നത്. അവർക്ക് കെൽട്രോണില് ജോലി ഉണ്ടായിരുന്നു. ആ വീട് നടന്നു പൊക്കോണ്ടിരുന്നത് ആ കെൽട്രോണിലെ ജോലി വെച്ചിട്ടാണ്. അതും എന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ഇങ്ങനെയാണ്. ഞാൻ പണ്ട് ഗൗരിയമ്മയുടെ പാർട്ടിയില് എന്തോ ഇതായിരുന്നു. അവിടെ നിന്നിട്ട് കെൽട്രോണിലെ ക്വസ്റ്റ്യൻ പേപ്പർ, അന്നത്തെ സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാണ്ട് ചോർത്തി പുള്ളിക്കാരിക്ക് കൊടുത്ത് പുള്ളിക്കാരി നെക്സ്റ്റ് ഡേ പോയി എക്സാം എഴുതി. അങ്ങനെയാണ് ജോലി കിട്ടിയതാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ആ സമയത്ത് ഇല്ലല്ലോ, നമ്മളെല്ലാം അറിയാത്ത കാര്യമാണ്. പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ. അതെ. അവരാണ് ആ വീട് നടത്തിക്കൊണ്ട് പോയത്. അതുപോലെ എനിക്കും ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി കണ്ണൂർ ജയിലിലായിരുന്നപ്പോഴും എനിക്ക് ഒരു ജോലി കിട്ടി. കണ്ണൂർ ജയിലിലായിട്ടോ? അതെന്തിനായിരുന്നു? അത് വന്നിട്ട് മോഷണ കേസാണ് ആക്ച്വലി. ടിവിയും ലാപ്ടോപ്പും 3.25 ലക്ഷം രൂപയും എടുത്തിട്ട് അവിടെ നിന്ന് പോയതാണ്. എവിടെ നിന്ന്? കണ്ണൂരിലെ സലാം എന്ന് പറയുന്ന ഇരിക്കയുടെ കൂടെ ആയിരുന്നു കുറച്ചു ദിവസം താമസം. അവിടുത്തെ അദ്ദേഹത്തിന്റെ ഹോട്ടലും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാണ് നടന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഓണത്തിന് ചേർത്തലയിൽ കൊണ്ട് വരികയും ഹൗസ് ബോട്ടിൽ കൊണ്ട് പാർട്ടിയൊക്കെ നടത്തി കുഞ്ഞിന്റെ ആദ്യത്തെ ഓണമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വന്നു. അദ്ദേഹം വീട്ടിൽ വന്ന് ഊണ് കഴിച്ചു. എന്നിട്ട് അതായത് ഇന്ന് അവരുമായിട്ട് കണ്ണൂരിന്ന് ആലപ്പുഴ എത്തി. ഹൗസ് ബോട്ടിൽ വെച്ചിട്ട് ഇവര് പാർട്ടിയൊക്കെ നടത്തി. പാർട്ടി നടത്തിയിട്ട് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വീട്ടിലേക്ക് പോയി. കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ.
ആ വ്യക്തി വീട്ടിൽ പോയി. രാത്രി 1:30 മണിയായിട്ടും ഫോൺ വരാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് എന്നെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ പോയല്ലോ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ശരി, ഇതൊന്നും നമുക്കറിയില്ല പോയെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് ഹൗസ് ബോട്ടിലേക്ക് വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. അടുത്ത ദിവസം രാവിലെ ഒരു 8:30-9 മണിയായപ്പോഴത്തേക്കും വന്നപ്പോഴത്തേക്കും എവിടെയായിരുന്നു? അത് ഞാൻ ഹൗസ് ബോട്ടിലായിരുന്നു, സലാമക്കാരെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് വൈകുന്നേരം അവരുമായിട്ട് തന്നെ തിരിച്ച് കണ്ണൂരിലേക്ക് പോയി. ആ സലാമക്കയായിട്ട് തന്നെ തിരിച്ച് കണ്ണൂരിലേക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് സലാമക്കയുടെ കോൾ വരികയാണ്. ശ്രീജിത്തിന്റെ കയ്യില് ഇങ്ങനെ ചാവി ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോ അദ്ദേഹത്തിന്റെ പാന്റിന്റെ ഉള്ളില് ഒരു ചാവി കിടപ്പുണ്ടല്ലോ. ഞാൻ പറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ, ശരി 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 വെച്ചോളൂ ഫോണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എനിക്ക് ഫോൺ വരികയാണ്, മോളെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായി, അറിയാവോ? ഇല്ല, അറിയില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എങ്ങനെയാ സംഭവിച്ചത്? മോഷണം നടത്തിയത് അദ്ദേഹം? മോഷണം നടത്തിയത് ഇവരുമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഇവരുമായിട്ട് ചേർത്തല ഹൗസ് ബോട്ടിൽ വന്നു. ഹൗസ് ബോട്ടിൽ വന്ന് പാർട്ടി നടത്തിയിട്ട് കൂടെ ഉണ്ടായ ആളെ പട്ടണക്കാട് ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളി അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തിട്ട്, ചേർത്തലയിൽ നിന്ന് ടാക്സി എടുത്തിട്ട് കണ്ണൂരിലേക്ക് പോയതായിരുന്നു. കണ്ണൂരിലേക്ക് പോയപ്പോഴത്തേക്കും അവിടുത്തെ ഫ്ലാറ്റില് വാച്ച്മാൻ ഉണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുന്ന ആളെ ഇദ്ദേഹത്തിന് നിർത്തിയില്ല, അപ്പൊ അകത്ത് കയറാൻ വലിയ തടസ്സമൊന്നും ഉണ്ടായില്ല. പോയി അവിടെ ആ വീട്ടില് സലാമക്ക ക്യാഷ് വെച്ചിരിക്കുന്ന സ്ഥലം, സലാമക്കയുടെ TV, ഈ സ്വന്തം ലാപ്ടോപ്പ്, അത് സ്വന്തം ലാപ്ടോപ്പ് എന്ന് പറയാൻ ഞാൻ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പാണ് കണ്ണൂരിലേക്ക് കൊണ്ടുപോയത്, എന്റെ സ്വന്തമായിരുന്നു അത്. അതും അദ്ദേഹത്തിന്റെ 32 ഇഞ്ച് TVയും ബാൽക്കണിയിൽ നിന്ന് 2-3 ചെടിച്ചട്ടിയൊക്കെ പൊട്ടിച്ചിട്ട് അതേ കാറിൽ തന്നെ തിരിച്ച് ചേർത്തലയ്ക്ക് വന്നു. ഈ ഒരു ചേട്ടനുണ്ടായിരുന്നു കൂടെ, ഞാൻ പറഞ്ഞില്ലേ പട്ടണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത ആ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയി TVയും ലാപ്ടോപ്പും വച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരികയാണ് ചെയ്തത്. അപ്പൊ ഈ സലാം എവിടെയായിരുന്നു ആ സമയത്ത്? ഹൗസ് ബോട്ടില്, ആലപ്പുഴയില്. അപ്പൊ എന്തെങ്കിലും മദ്യം കൊടുത്ത് മയക്കി കിടത്തിയോ? മദ്യപിച്ചിരുന്നു. അദ്ദേഹം പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെയധികം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു തരത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു 4 ദിവസം ആയപ്പോഴാണ് എനിക്ക് വിവരം കിട്ടുന്നത് സലാമക്കയുടെ വീട്ടിൽ നിന്ന്. ഞങ്ങൾ അവിടെ വന്ന സമയത്ത് ഇവിടെ മോഷണം നടന്നു. അത് ശരി, ചാവി അവന്റെ കയ്യിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്, കൺഫേം ചെയ്യാനാണ് വിളിച്ചത്. ആ ചാവി ഉണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഫോൺ വരികയാണ്. പിന്നെ അടുത്ത ദിവസമല്ല, അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് രാവിലെ ഫോൺ വന്നു. ഉച്ചയായപ്പോ എനിക്ക് തിരിച്ച് ഫോൺ വന്നു. കുട്ടി ശ്രീജിത്തിനെയാണ് എല്ലാവർക്കും സംശയം, CI ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി? അത് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ എവിടെയാണ് താമസിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയ വിഷയമുണ്ട്, എന്താണ് സത്യാവസ്ഥ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഒന്ന് ശ്രീജിത്തിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ശ്രീജിത്തിനെ വിളിച്ചു ഇപ്പം സലാമക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ വീട്ടിൽ ഇരുന്ന്. എന്റെ ഫോൺ കോൾ ചെന്നപ്പം ഞാൻ ചോദിച്ചു എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. ഇവിടെ ഒന്നും ഇല്ല, ഞാൻ ട്രാഫിക്കിന്റെ ഒരു വീഡിയോ ആഡ് ചെയ്യാനായിട്ട് എന്നെ പോലീസ് വിളിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ അല്ലല്ലോ സലാമൊക്കെ പറഞ്ഞത്, അവിടുന്ന് TVയും ലാപ്ടോപ്പും പൈസയും പോയെന്നാണല്ലോ അറിഞ്ഞത്. അത് ശരി ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഊണ് കഴിച്ചുകൊണ്ടെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞത് എന്റെ വൈഫിന്റെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാനാണല്ലോ കൂടെ ഉള്ളത്, അദ്ദേഹത്തിന് അറിയില്ലല്ലോ കല്യാണം കഴിച്ചോ ഇല്ലയെന്നുള്ള കാര്യം അറിയില്ലല്ലോ. എന്റെ വൈഫിന്റെ ഫോൺ ഒന്ന് റീചാർജ് ചെയ്യണം, അർജന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കൈ കഴുകി അവിടുന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് ശ്രീജിത്ത്. അതെ, ഇങ്ങനെയാണ് സംഭവിച്ചത്. കണ്ണൂരത്തെ കേസ്. എത്ര മാസം ജയിലിൽ കിടന്നു? ഒക്ടോബർ 9 രാത്രി കൊണ്ടുപോയി. 2013 ഒക്ടോബർ 9 രാത്രി വീട്ടിൽ നിന്ന്, ചെന്നൈയിലായിരുന്നു ആ സമയത്ത്, ചെന്നൈയില് പോലീസുകാർ വന്ന് കൊണ്ടുപോയി, കണ്ണൂർ പോലീസുകാർ വന്ന് കൊണ്ടുപോയി.
ജൂൺ 25, 2014 വീട്ടിൽ തിരിച്ച് വെളുപ്പിനെത്തിയത്. 9 മാസം. 9 മാസം. 9 മാസം. അത് ജാമ്യം കിട്ടി ഇറങ്ങിയതാണോ? ജാമ്യം കിട്ടി. അതെ, ലാസ്റ്റ് പുള്ളിക്ക് ജാമ്യം കിട്ടിയായിരുന്നു. കാരണം സബ് ജയിലിലും സെൻട്രൽ ജയിലിലും ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ജാമ്യം കിട്ടാത്തത് കാരണം ചേർത്തലയിൽ നിന്ന് ഊമക്കത്തുകൾ വരെ പോയി എന്നാണ് വക്കീല് അന്നത്തെ ഇത് തന്നത്. ഊമക്കത്ത് ജഡ്ജിന്, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഊമക്കത്തുകൾ പോയി എന്ന് പറഞ്ഞിട്ടാണ് ജാമ്യം റദ്ദാക്കി വെച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. അദ്ദേഹം മുമ്പ് ഗൾഫിൽ ജയിലിൽ കിടന്നു എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഭവം പറഞ്ഞു കേട്ടല്ലോ, അതെന്താണ് സംഭവം? അത് ആക്ച്വലി അവിടെ ഗൾഫിൽ ജയിലിൽ കിടന്ന് ഇദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞ കഥകളാണ് എൻ്റെ കയ്യിലുള്ളത്, എനിക്കറിയാവുന്നുള്ളത്. കുഴൽപ്പണം, അതായത് 1 ലക്ഷം രൂപ കൊടുത്താൽ 2 ലക്ഷം രൂപ തിരിച്ചു കിട്ടും, അങ്ങനെ എന്തോ ഒരു സിസ്റ്റം ഉണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇതില്ല. അവിടെ ആരുടെ അടുത്തുനിന്ന് ക്യാഷ് മേടിച്ചിട്ട് കൊടുക്കാതെ അങ്ങനെ എന്തോ അവിടെ വന്നിട്ട് ജയിലിലായി. ജയിലിലായ സമയത്ത് അവിടെ നിന്ന് ഈ അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ പുറത്തൊന്നും അല്ല പോയിട്ടുള്ള. അപ്പം തിരിച്ച് നാട്ടിലേക്ക് വന്നത് സ്വന്തം പാസ്പോർട്ടിലല്ല എന്ന് മാത്രം അറിയാം. കാരണം ബോംബെയിലാണ് വന്ന് ഇറങ്ങിയത്, ബോംബെ എയർപോർട്ടിൽ ആണ് വന്നിറങ്ങിയത്. അവിടെ നിന്ന് പോലീസ് പിടിക്കുകയും ഇതെല്ലാം പറഞ്ഞു തരുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനാണ്. കാരണം ഞാൻ ഇവന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടിയോട് പറയാൻ എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്റെ അടുത്ത് സംസാരിക്കുന്നത്. 70,000 രൂപ പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് അവിടുന്ന് വന്നത്. അതിന്റെ ഒരു പേപ്പർ, അറബിക്കിൽ എഴുതിയ പേപ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അറബിക്ക് അന്ന് നമുക്ക് വായിക്കാൻ അറിയില്ല, അന്ന് ഈ ഫോണിൽ ട്രാൻസ്ലേറ്റർ അങ്ങനെ ഒന്നും സംഭവമില്ലായിരുന്നു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ പേപ്പറിൽ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് എഴുതി കാണിക്കുന്ന കണക്കുള്ള സിമ്പൽ ഉണ്ടല്ലോ, ഗവൺമെന്റ് ഓഫ്, ആ ഒരു വാളിന്റെയും എന്തോ ഒരു പിക്ചർ ഉണ്ടായിരുന്നു അതില്. അങ്ങനെ അത് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ പേരാണ് സുധീർ എന്ന് പറയുന്നത്. അപ്പം ആ സുധീർ വിളിച്ചു പറഞ്ഞ് ഇവരുടെ അച്ഛനെയും അമ്മേനെയും കോണ്ടാക്ട് ചെയ്തു. വൈറ്റ്ലിയിൽ എവിടെയോ ഒരു 4 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മോനെ റിലീസ് ആക്കുമെന്ന് പറഞ്ഞു. ബാക്കി ക്യാഷിന് ശ്രീജിത്തിന്റെ അമ്മയുടെ ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു സുധീറിന്. ആ ക്യാഷ് കൊടുക്കാതിരിക്കുകയോ ചെക്ക് ബൗൺസ് ആവുകയോ എന്തോ ചെയ്തപ്പോൾ സുധീർ ശ്രീജിത്തിന്റെ അമ്മയുടെ പേരിൽ, രജനിയുടെ പേരിൽ കേസ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ണൂർ കോടതിയിൽ. അങ്ങനെ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവര് കണ്ണൂർ കോടതിയിൽ അച്ഛനും അമ്മയും കേസിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ശ്രീജിത്തിന്റെ കുടുംബസമേത തട്ടിപ്പുകാരാണ്, അത്രയും കള്ളന്മാരാണോ? അങ്ങനെ കഴിഞ്ഞാൽ ഇതിപ്പം ഒരു മകന്റെ ഒരു തെറ്റ് മറയ്ക്കാനായിട്ട് സപ്പോർട്ട് ചെയ്ത് അടുത്ത തെറ്റിലേക്ക് മകൻ പോകുമ്പോൾ അതിനെയും സപ്പോർട്ട് ചെയ്ത്, മൂന്നാമത് തെറ്റ് ചെയ്യുമ്പോൾ അതിനെയും സപ്പോർട്ട് ചെയ്ത്, അങ്ങനെ ഈ സപ്പോർട്ട് ചെയ്താണ് ഈ കുഴിയിലായത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുടുംബസമേതം ഒന്നും എനിക്ക് ശരിക്കും പറയാൻ പറ്റില്ല. കാരണം ശ്രീജിത്തിനൊരു പെങ്ങളുണ്ട്. ആ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ അനാട്ടമി പഠിച്ചിട്ട് നല്ല രീതിയിൽ നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. അങ്ങനെയാണ് അതെ, നമ്മള് അറിയാവുന്ന കാര്യമല്ലേ, ശരിക്കുള്ള കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ കുട്ടി നല്ല കുട്ടിയുമാണ്. ആ കുട്ടിക്ക് എങ്ങനെയാണോ എന്തോ ഇവരുടെ 3 പേരുടെയും സ്വഭാവം കിട്ടാതെ ഇങ്ങനെ പോണത്, എങ്കിൽ അതും കൂടെ പോയേനെ. പക്ഷെ നല്ല കുട്ടിയാണ്. അതെ, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടിയാണ്. എന്നെ ശ്രീജിത്ത് ജയിലിലായിരുന്ന സമയത്ത് അച്ഛനും അമ്മയും വാക്കാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു ടോർച്ചർ ഉള്ളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി സാറ്റർഡേ സൺഡേയും വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ ആ കുട്ടിയോടാണ് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. കുട്ടി നോക്കൂ, ഇങ്ങനെയാണ് അമ്മ പറയുന്നത്, ഇങ്ങനെ അച്ഛൻ പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, അവരുടെ വേദന മനസ്സിലാക്കണ്ടേ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ വേദന എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ശ്രീജിത്ത് നമ്മൾക്ക് മുമ്പ് എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? സാറ് കല്യാണം കഴിച്ചത് ഗുരുവായൂർ ടെമ്പിളിൽ കണ്ണൂരുകാരിയെ കല്യാണം കഴിച്ചു. അവരുടെ പേര് മിനി എന്നാണ്. അവര് ശ്രീജിത്തിനെക്കാട്ടി 2 വയസ്സിന് മൂത്ത ഒരാളാണ്. അതും നല്ല റെപ്യൂട്ടഡ് ഫാമിലിയിലുള്ള ഒരു കുട്ടിയാണ്. അതും നായർ ഫാമിലിയിലുള്ള കുട്ടിയാണ്. അവരുടെ അച്ഛന്റെ
സപ്പോർട്ടോടെയാണ് ഗൾഫിൽ പോയത്. ഗൾഫിൽ പോയി കുറച്ച് ആളെ അങ്ങ് മറക്കും, നാടും വീടും ഒക്കെ മറക്കും. പിന്നെ അവിടെ ഇരുന്നു കൊണ്ട് ഡോമിനേറ്റിംഗ് ചെയ്ത് തെറി വിളിക്കുകയാണ് ചെയ്തത്. ഇത് വേറെ ആരുമല്ല എന്നോട് പറഞ്ഞത്. ഒരു ഫോർച്ചുനേറ്റ്ലി എനിക്കൊരു പ്രാവശ്യം മിനിയെ കാണാനിടയായി. മിനിയുടെ നമ്പർ എനിക്ക് കിട്ടി. പിന്നെ എനിക്കൊരു അത്യാവശ്യ ഒരു ഘട്ടത്തില് ഞാൻ മിനിയെ പോയി കണ്ടു. കണ്ണൂരിലേക്ക് ഞാൻ അവരുടെ വീട്ടിൽ പോയി ഞാൻ കണ്ടു, താമസിച്ചു. അന്നേരം അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്. അവരുടെ എക്സ്പീരിയൻസും എന്റെ എക്സ്പീരിയൻസും വെച്ച് എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീട് അന്വേഷിച്ചു പോയത്. 2 ദിവസം എടുത്തു ഞാൻ കണ്ണൂരിൽ ചെന്നിട്ട് അന്വേഷിച്ചെടുക്കാനായിട്ട് അവരുടെ വീട്. അച്ഛൻ നല്ലൊരു മനുഷ്യൻ, അമ്മയുണ്ട്, ഒരു അനിയത്തിയുണ്ട് പുള്ളിക്കാരിക്ക്. അവരിപ്പോ നല്ല രീതിയിൽ ജീവിക്കുന്നു. 2 കുട്ടികളുണ്ട് മിനിക്കിപ്പം. പറഞ്ഞെന്ന് വെച്ചാൽ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് യാതൊന്നും ഓർമ്മയുണ്ടാവൂല. വഴക്കാണ്, ബഹളമാണ്, കത്തിയെടുത്ത് സ്വന്തമായിട്ട് കഴിക്കുക തന്നെ. ഇങ്ങനെ അതും ആത്മഹത്യ ഭീഷണി നമുക്കാണ് തരുന്നത്. ഞാനിപ്പോ ആത്മഹത്യയും നിനക്ക് അങ്ങനെ ചെയ്യും, നിന്നെ ഇങ്ങനെ ചെയ്യും പറഞ്ഞിട്ട്. പക്ഷെ അത് ആത്മഹത്യ ചെയ്യാനുള്ളൊരു കട്ടിങ് അല്ല വരുന്നത്, വെറുതെ ഒരു സ്ക്രാച്ചസ് ആണ്. അദ്ദേഹത്തിന്റെ കയ്യില് ലെഫ്റ്റ് ഹാൻഡില് മുൻപും പുറകുവശത്തുമായിട്ട് കട്ടുകൾ കാണാൻ പറ്റും. പിന്നെ എവിടെ പോയാലും വീട്ടിന്റെ വെളിയിറങ്ങി കഴിഞ്ഞ് പേടിയാണ്. കാരണം ഇന്ന് എന്താണ് കൊണ്ടുവരണേന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അതേ സിസ്റ്റം തന്നെയാണ് എന്നോടും ഞാനും അനുഭവിച്ചത്. കാരണം കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അടിക്കുക, തെറി വിളിക്കുക. തെറി എന്ന് വിളിക്കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തെറിയാണ് വിളിക്കുന്നത്. മറ്റ് പച്ചത്തെറിയാണ് വിളിക്കുന്നത്. പല പുതിയ വാക്കുകളും ഞാൻ അദ്ദേഹത്തിന്റെ വായിൽ നിന്നാണ് ഞാൻ കേട്ട് പഠിച്ചത്, ആക്ച്വലി കേട്ടത്. പിന്നെന്തൊക്കെയാ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ? ഒത്തിരി പീഡിപ്പിച്ചിട്ടുണ്ട്. വെൻ ഐ വാസ് പ്രഗ്നന്റ് പുള്ളി ഒരു റമ്മിന്റെയോ പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടിൽ വരുന്ന ഒരു ലിക്വർ ഉണ്ട്. എനിക്ക് പേര് ബ്രൗൺ കളറിലുള്ള ലിക്വറാണത്, മദ്യം തന്നെയാണ്. അത് മൊത്തം എടുത്ത് എന്റെ തലയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കഴിക്കാൻ കൊണ്ടുവന്ന ബീഫിന്റെ കറി എടുത്ത് എന്റെ മുഖത്ത് മൊത്തം തേച്ചു. ഇത് മുഖത്ത് തേക്കുന്നത് കാരണം മുഖം എരിയുന്നുണ്ടല്ലോ. ഇപ്പൊ അത് തുടയ്ക്കാനായിട്ട് കയ്യിൽ കിട്ടിയത് ഞാൻ ഇട്ടിരിക്കുന്ന നൈറ്റി തന്നെയാണ്. അത് ഞാൻ പൊക്കി തുടയ്ക്കുന്ന സമയത്ത് കയ്യിൽ സിഗരറ്റ് ഉണ്ടായിരുന്നു. സിഗരറ്റ് വെച്ച് പൊള്ളിപ്പിച്ചു. വലത്തെ തുടയ്ക്ക് അകത്താണ്. അതെ, അന്ന് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു വൈറ്റ്ലയിൽ. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഓടി. അപ്പം അവിടെ എന്താ സംഭവിച്ചത്, ഞാൻ വീട്ടിൽ ഇരുന്ന കത്തി എടുത്ത് പുള്ളി തന്നെ കൈക്ക് ഒരു വിരലിൽ ഫിംഗറിൽ ഒരു കട്ട് പോലെ കാണിച്ചിട്ട് തോർത്തൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ പിടിച്ചിട്ട് താഴത്തെ ഓണറിന്റെ അടുത്ത് പോയി പറഞ്ഞു, അവളിങ്ങനെ ഇറങ്ങി ഓടിയിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അവരെല്ലാരും കൂടെ എന്നെ അന്വേഷിച്ചു വന്നു. കാരണം എനിക്ക് വീട്ടിന്റെ പുറത്തിറങ്ങാൻ അറിയില്ല, പുറത്തിറങ്ങേണ്ട ഫ്രീഡം ഇല്ല, എനിക്ക് അറിയത്തുമില്ല. എന്നെ വെളിയിൽ കൊണ്ടുപോകുന്നത് രാത്രി കാലങ്ങളിലാണ്. ഒരു 9 മണി കഴിഞ്ഞാലാണ് ഈ കൈരളി വീല് സ്റ്റുഡിയോയിലൊക്കെ പോയിരിക്കാറുള്ളതും എന്നെ കൊണ്ടുപോയിട്ടുള്ളത്. നടന്നു പോവും, നടന്ന് തിരിച്ചിട്ടും. അത്രയ്ക്ക് അടുത്താണല്ലോ, ഇച്ചിരി ദൂരമല്ലേ ഉള്ളൂ. അപ്പം അപ്പൊ പറയുന്നതൊക്കെ, എന്നോട് പറയുന്ന കഥകളൊക്കെ മിനി അങ്ങനെയായിരുന്നു, മിനി ഇറങ്ങി ഓടി, മിനി മദ്രാസില് വർക്ക് ചെയ്യായിരുന്നു, അവിടെ ഒരാളുമായിട്ട് അഫയർ ആയി, അവിടെ പോയി, അങ്ങനെ പോയി. അമ്മയും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്ത്. അപ്പം നമുക്കൊരു വിഷമം തോന്നും, അയ്യോ ഒരാളെ ഇങ്ങനെ ചെയ്തല്ലോ, അതിന്റെ മാനസിക വിഷമമാണ് പുള്ളി കാണിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഒരിക്കൽ ഒരു സെന്റൻസ് പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇൻ കേസ് മിനിക്ക് എന്നിൽ നിന്നൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവള് എന്നെ വിട്ടിട്ട് പോകത്തില്ലായിരുന്നു എന്ന് വരെ പറഞ്ഞു. അപ്പം അച്ഛനും അമ്മയ്ക്കും വളരെ ഇഷ്ടമാണ് കുട്ടികള്. അവര് ഒരു എന്റെ കല്യാണം, അതായത് ശ്രീജിത്തിന്റെയും മിനിയുടെയും കല്യാണം നടന്ന സമയത്ത് ഇവരുടെ ഒരു വല്യമ്മയുടെ മകളുടെ കല്യാണം എങ്ങാണ്ടോ ഇവിടെ മറ്റ് ഏതോ സ്റ്റേറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നോ, ബോംബെ പോലത്തെ ഇവിടെ, അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് കാർപ്പെട്ടും ഒക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അത് കുഞ്ഞിന്റെ 28-ന് വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ ഒരു വലയത്തിലാക്കാനായിട്ട്, അതായത് സൈക്കോളജിക്കലായിട്ടുള്ള ഇമോഷണലി ഒരു വലയത്തിലാക്കാനുള്ള സെന്റൻസുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുകയും ചെയ്തത്. 2 മാസം പ്രഗ്നന്റ് ആയിരുന്നപ്പോഴാണ് ഈ ബീഫും തലയിൽ മദ്യവും സിഗരറ്റ് വെച്ച് പൊള്ളിപ്പിച്ചതും. പിന്നെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളില്ലേ, നമ്മളിപ്പം മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ സ്ഥാപിക്കും. നീ അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു, നീ അങ്ങനെ പോയവളല്ലേ, നീ ഇങ്ങനെ പോയവളല്ലേ. നമുക്ക്
അപ്പം അദ്ദേഹത്തിന്റെ ഫേസും ബോഡി സ്ട്രക്ചറും ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര വ്യത്യാസം. ഒരുതരം ഈ തലയൊക്കെ കൊണ്ടുപോയി ചുമരിലിടിക്കും, പുള്ളിയുടെ സ്വന്തമായിട്ട് ഇടിക്കും. അപ്പൊ പോയി പിടിക്കാൻ പോവുകയാണെങ്കിൽ മുടിക്ക് കുത്തിന് പിടിച്ച് ഇടിക്കും, നമ്മളതും കൂടെ ഇടിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതുപോലെ വൈറ്റിലില് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഷൂട്ടിംഗ് ഉണ്ടെന്നും പറഞ്ഞ് പോവും, 1 ആഴ്ച 2 ആഴ്ച പിന്നെ കാണാനേ ഉണ്ടാവില്ല. പിന്നെ ആ കാലയളവില് എന്റെ ലാപ്ടോപ്പില് പുള്ളിയുടെ ഫേസ്ബുക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ദിവസം ഒരു ഫോൺ കോൾ വന്നപ്പോ പുള്ളി ടെറസിൽ പോയി ഈ മെസ്സഞ്ചറിൽ ഇങ്ങനെ ബീപ് ശബ്ദം പോലെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മെസ്സേജ്. ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. ഇത് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കേസ് ആണോ എന്ന് കരുതി നോക്കാൻ പോയപ്പം ഫേസ്ബുക്കില് ഒരു പെൺകുട്ടിയുടെ പേര് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അത് ബാംഗ്ലൂരിൽ നിന്നാണ്. ആ പെൺകുട്ടിയുടെ പേര് പ്രകൃതി എന്നാണ് അവളുടെ പേര്, പ്രകൃതി ഗൗഡ. ആ കുട്ടിയായിട്ട് ചാറ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം സഹിക്കില്ല. അതായത് കല്യാണം കഴിഞ്ഞിട്ടില്ല, hectic schedule from shooting to shooting and I cannot sleep, I don't have any time to sleep. ഇങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര, അതായത് ഡ്രൈവിംഗ് ഫ്രം ഹിയർ ടു ദെയർ, കയ്യിൽ നല്ല കാശുള്ള ഭയങ്കര ടൈം ഇല്ലാത്ത ഒരു ഡയറക്ടർ. അങ്ങനെയൊക്കെ TV program also I am doing and film also I am scheduling and discussing is going on. In between these times how I will get the time to get married. ഇങ്ങനെയൊക്കെയുള്ള സംസാരമാണ്. പിന്നെ ആ ടോക്ക് മാറി വന്ന് ഡീപ് പേഴ്സണലിലേക്ക് പോയി തുടങ്ങി. എനിക്ക് ചോദിക്കാൻ പേടിയായിരുന്നു. കാരണം ചോദിക്കുന്ന സമയത്ത് നീയാണിത് ടൈപ്പ് ചെയ്തതെന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈക്കോ ആയി. പിന്നെ പ്രഗ്നന്റും കൂടെയാണ്, എനിക്ക് ബെഡ് റെസ്റ്റ് ആണ് ഡോക്ടർ തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒട്ട് ചോദിക്കാനും പോയില്ല, എങ്ങനെയും പോട്ടെ എന്ന് കരുതി അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൈരളി വീല് പ്രോഗ്രാം ഒക്കെ അവസാനിച്ചു, കയ്യിൽ ക്യാഷും ഒക്കെ തീരുന്ന സമയത്ത് ഇത്രയും ദിവസം, അതായത് ജനുവരി തൊട്ട് ഓഗസ്റ്റ് മാസം വരെ വീട്ടുകാരായിട്ട് യാതൊരു കോണ്ടാക്ട് ഇല്ല. എന്റെ കയ്യിലും ഫോണില്ല. എന്റെ ഫോണാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. ഞാൻ ഫോൺ ഇല്ലാതെ 2014 2013 ഇല്ല, ഇത് വന്നിട്ട് 2011 ഡിസംബറിലാണ് ഒരുമിച്ചത്. 2012 ജനുവരി തൊട്ട് 2012 ഓഗസ്റ്റ് വരെ യാതൊരു റിലേഷനും ഇല്ല വീട്ടുകാരുമായിട്ട്. എപ്പം ക്യാഷ് തീരുമോ, എപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം ആകുമോ, അപ്പം സ്വന്തം അമ്മയെ ഫോൺ ചെയ്യും. അന്ന് അവര് വന്നത്, അവരെന്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങള് നിന്നെ കരുതിയാണ് വന്നത്, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ കരുതിയാണ് വന്നത്, ഇവൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യണത്. എനിക്കൊരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ആരെങ്കിലും ഉണ്ടല്ലോ അടുത്ത് എന്ന് കരുതിയാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, ശരി ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഞാനും അവരുമായിട്ട് ഒരു വഴക്കോ ഒന്നും ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പോയപ്പോൾ ഞാൻ പട്ടണക്കാട് വീട്ടിലാണ് എന്നെ കൊണ്ടുപോയത്. തിരിച്ച് ഞാൻ ചെന്ന് കയറിയതും പട്ടണക്കാട് വീട്ടില്, ഓഗസ്റ്റ് മാസം കൊണ്ടുപോയതും പട്ടണക്കാട് വീട്ടില്. പട്ടണക്കാട് വീട്ടില് പോയി അവിടെ ഒരു 2 ആഴ്ച താമസിച്ചപ്പോഴത്തേക്കും അതിനെ ഡിസ്പോസ് ചെയ്യേണ്ടി വന്നു. കാരണം EMI അടയ്ക്കാത്ത കാരണം ആ വീട് ബാങ്കുകാർക്ക് കൊടുത്തിട്ട് വേറെ ആരൊക്കെ വിട്ടിട്ട് കുറച്ച് ക്യാഷ് കിട്ടി. എത്ര ക്യാഷ് ആണെന്നും എനിക്കറിയില്ല. കാരണം എന്റെ അടുത്ത് ആരും ഒന്നും പറയാറില്ല, ഞാൻ ചോദിക്കാറില്ല, കാരണം എനിക്ക് അതിന്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് മായിത്തറയിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അവിടെയാണ് കുട്ടിയുടെ ഡെലിവറിയും ഒക്കെ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഏതോ ഒരു ആളെടുത്ത് പോയിട്ട് അവരുടെ വീട് കിട്ടിയിട്ടുണ്ട്. 2 BHK ആണ് വീട്. അവിടെ പോയി അവിടെ അത് മേടിച്ചു. അത് മേടിച്ച സമയത്ത് അതിന് എമൗണ്ടും എനിക്കറിയാം. കാരണം എന്നെയാണ് അവരാദ്യം 10 ലക്ഷം രൂപ ചോദിച്ചു പറഞ്ഞു. അപ്പൊ പേപ്പറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു വക്കീലായിട്ട് എന്നെ കൊണ്ട് മുമ്പ് ഇരുത്തി. ഞാൻ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം? അല്ല, ഒരു കാര്യം സംസാരിക്കാൻ പറ്റുമല്ലോ, ഇത്തിരി ബോൾഡായിട്ട് സംസാരിക്കുന്ന ആളാണല്ലോ, ഒന്ന് സംസാരിക്കൂ, പേപ്പർ ഇല്ലാത്ത വസ്തുവാണ്, 7 ലക്ഷം രൂപയ്ക്ക് തരാൻ പറഞ്ഞു. ഞാൻ അതുപോലെ പറഞ്ഞു. കാരണം അവരുടെ വീട്ടിനകത്ത് നിന്നിട്ട് അവര് പറയണത് ഞാൻ കേട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം എനിക്ക് പോയി പരാതി പറയാൻ എന്റെ വീട്ടുകാരോ നാട്ടുകാരുടെ അടുത്ത് ഞാൻ ആരടുത്തും അങ്ങനെ സംസാരിക്കില്ല. അതായത് ശ്രീജിത്തുമായിട്ടുള്ള പ്രണയത്തിൽപ്പെട്ട് അവൻ വലയിൽ വീഴ്ത്തിയപ്പം സ്വന്തം വീട്ടുകാരെ തെറ്റേണ്ടി വന്നു അല്ലേ?
അതെ, തെറ്റേണ്ടി വന്നു. കാരണം ഈ ഇങ്ങനെ സ്വാഭാവികമായിട്ടും വന്നാലും ഇപ്പം ഫസ്റ്റ് മാരേജ് ആയാലും സെക്കൻഡ് മാരേജ് ആയാലും വീട്ടുകാർ അന്വേഷിക്കും. വീട്ടുകാർ ഒന്നുമില്ലെങ്കിലും അന്വേഷണം നടത്തും. എന്റെ അച്ഛന്റെ റിലേറ്റീവ്സ് അമ്പലപ്പുഴ ഉണ്ട്. അപ്പം ഞാന് എന്റെ ഫ്രണ്ട്സ് വഴി ഇവരുടെ വീടും അഡ്രസ്സും വീട്ടുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോഴത്തേക്കും പോയതുപോലെ തിരിച്ചു വരുമോ അതോ പുഴു അരിച്ച് തിരിച്ചു വരുമോ എന്ന് നോക്കിയാൽ മതി എന്നാണ് വീട്ടുകാർക്ക് കൊടുത്ത ഇത്. അതിനുശേഷം വീട്ടുകാരായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. എന്ന് ഞാൻ ആ വീട്ടിൽ നിന്ന് ജീവനോടുകൂടി രക്ഷപ്പെട്ട് ചേർത്തല കോടതിയില് ഒക്ടോബർ 31, 2014 എന്റെ കേസ് തീർന്നു. കൺഫേം ആയി എന്റെ വക്കീല് വിളിച്ചിട്ട് എന്റെ വീട്ടില് വർത്തമാനം പറഞ്ഞു. എല്ലാ കാര്യങ്ങളും വന്ന് കൺഫേം ആയി. ഇത് സെപ്പറേറ്റ് ആയി, ഇങ്ങനെ കാരണങ്ങൾ കൊണ്ട് സെപ്പറേറ്റ് ആയെന്ന് കണ്ടതിന് ശേഷമാണ് എന്തെങ്കിലും പിന്നെ ഇത്തിരി വർത്തമാനം പറഞ്ഞു തുടങ്ങിയത്. നൗ ഐ ആം കൂൾ. എനിക്കിപ്പോ യാതൊരു പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും അമ്പലത്തിൽ കൊടി കയറുന്ന കണക്ക് എല്ലാ വർഷവും എന്തെങ്കിലും ഒരു വെടിക്കെട്ട് എനിക്ക് വേണ്ടി വച്ചിരിക്കും ശ്രീജിത്ത്. ഇവൻ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? എത്ര പെൺകുട്ടികളെ വടിയാതാരാക്കിയുണ്ട് അറിവില്? മിനി, പിന്നെ മിനി ഇരിക്കുന്ന ഒരു ആക്ടർ ഉണ്ട്, സംഗീത ശിവൻ എന്ന് പറഞ്ഞിട്ട്. ആ ഓൾറെഡി ഒരു അഫയർ ഉണ്ടായിരുന്നു. അതിനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് ഇവൻ അകത്ത് കയറാൻ നോക്കി. അവളുടെ അച്ഛൻ അപ്പം അവളുടെ സംഗീതയുടെ അച്ഛൻ എങ്ങാണ്ട് വയ്യാണ്ടാകുകയും അവളുടെ മുൻ മറ്റേ ലവറിനുമായിട്ട് എന്നെ കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അവള് പോയപ്പം സംഗീതയുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മീനാക്ഷി എന്ന് പറഞ്ഞിട്ട്. മീനാക്ഷിയുടെ അച്ഛൻ SBTയിൽ എങ്ങാണ്ട് മാനേജർ ആയിരുന്നു. മീനാക്ഷി ഇപ്പൊ കല്യാണം കഴിഞ്ഞ് മറ്റൊരു കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നുണ്ട്. മീനാക്ഷിക്ക് വാഗ്ദാനം കൊടുത്തു കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട്. കല്യാണം കഴിക്കാം, അച്ഛനും അമ്മയും പെങ്ങളും പോയി ആ വീട്ടില് പെണ്ണ് കാണാം എന്ന് പറഞ്ഞ രീതിയില്. മീനാക്ഷിയുടെ സ്പാർക്ക് കാർ തന്നെയാണ് ഇവൻ ഒരു 7-8 മാസം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാക്കനാട് പ്ലാറ്റിനം എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങാനൊക്കെ ആയിട്ട് മീനാക്ഷിയുടെ സിസ്റ്റർ മീരയാണ് ക്യാഷ് ഓർണമെന്റ്സ് ഒക്കെ ഊരി പണയം വെച്ച് കൊടുത്തതെന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം അവരെ രണ്ടുപേരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, വൈറ്റിലെ വീട്ടില്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടേച്ച് പോയപ്പോഴത്തേക്കും ശ്രീയ അയ്യർ എന്ന് പറഞ്ഞ ഒരു ആങ്കർ ഉണ്ട്, അവളുമായിട്ട് താമസിച്ചു. ലാസ്റ്റ് ആ കുട്ടിക്കും പണി കിട്ടിയപ്പം ആ കുട്ടി കൊണ്ട്, കാരണം അവളുടെ ന്യൂഡ് ഫോട്ടോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോഴത്തേക്കും അവള് കൊണ്ട് കേസ് കൊടുത്തപ്പം ദാറ്റ് ടൈം ഷീ വോണ്ട് ടു കോണ്ടാക്ട് മീ. അന്നേരം അവൾക്ക് കോണ്ടാക്ട് ചെയ്യണമായിരുന്നു എന്നെ കോമൺ ഫ്രണ്ട് വഴി ശ്രമിച്ചു. ഞാൻ പറഞ്ഞു സമയമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അറിവൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കുറെ നാള് അറിവൊന്നുമില്ല എനിക്ക്. ഞാൻ അങ്ങനെ പുറകോട്ട് പോയി ചിന്തിക്കുന്ന ഒരാളല്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഈ കോമൺ ഫ്രണ്ടിന്റെ ഒരു മെസ്സേജ് വന്നു എനിക്ക്. മെസ്സേജ് വന്നപ്പോഴത്തേക്കും പറയാണ് ശ്രീജിത്തിന്റെ കല്യാണം കഴിഞ്ഞു. ചമ്മ ആശ്വാസം. ആരാണാവോ ഈര? അത് ഒരു കൊച്ചു പെൺകുട്ടിയാണ്. കൊച്ചു പെൺകുട്ടിയാണ്. പേര് ചിത്ര എന്നാണെന്ന് പറഞ്ഞു. നന്നായി പറഞ്ഞു. എത്ര വയസ്സുണ്ട് ചിത്രയ്ക്ക്? ചിത്ര 1997 ബോൺ ആണെന്ന് എനിക്കറിയാം. അതായത് അവന്റെ പെങ്ങളെക്കാട്ടിയും കുഞ്ഞാണ്, ചെറുതാണ്. ശ്രീജിത്തിന് ഇപ്പം 83 ബോൺ ആണ്. 83 ബോൺ ആകുമ്പം ഇപ്പം 39 ഇയേഴ്സ് ഉണ്ടാവും. 39 ഇയേഴ്സ് ആണെങ്കിൽ അവന്റെ പെങ്ങൾക്ക് 29 വയസ്സിപ്പോ ഉണ്ടാവും. അതിനെക്കാട്ടി ഇളയതാണ്. ഇപ്പം ചിത്രയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ 23-24 വരത്തുള്ളൂ ചിത്രയ്ക്ക്. അവളെ കല്യാണം കഴിച്ച ഫോട്ടോ ഒക്കെ FBയിൽ ഇട്ടു. എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ്. സത്യമാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ ഈ ഒരു സെനൻസ് അന്ന് പറയുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ ഇതേ മിനിയെ കുറിച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെയാണ് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിയുടെ കാര്യം ചിത്രയ്ക്ക് അറിയേണ്ടായിരുന്നില്ല. മിനിയുടെ കാര്യം ചിത്രയ്ക്ക് അറിയേണ്ടായിരുന്നില്ല. ശ്രീജിത്തിന്റെ അമ്മയോ അച്ഛനോ പെങ്ങളോ ശ്രീജിത്തോ ചിത്രയുടെ അടുത്ത് ഈ മിനിയുടെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഒരു ദിവസം ഈ കുട്ടിക്ക്
ഈ കുട്ടി അതായത് ഈ അഞ്ജുവിന്റെയൊക്കെ വെബ് സീരീസ് എടുക്കുന്ന സമയത്ത് ഈ കുട്ടി ശ്രീജിത്തിന്റെ വീട്ടിലായിരുന്നു. ആ പേപ്പർ നോക്കുന്നതിനിടയ്ക്ക് ഒരു ഡിവോഴ്സ് നോട്ടീസ് കിട്ടി, ശ്രീജിത്ത് മിനി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരി പോയി ശ്രീജിത്തിന്റെ അമ്മയോട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ചിത്ര ഫോൺ ചെയ്ത് ശ്രീജിത്തിന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ പറഞ്ഞു അതായത് എന്റെ പേര് ചേർത്തിട്ട് ഞാൻ പല പല സ്റ്റേറ്റുകളില് പല പല ഡിസ്ട്രിക്റ്റില് ഞാൻ പല പല പേരിലാണ് അറിയപ്പെടുന്നത് എന്നെ പറഞ്ഞു. അപ്പം അവൾ എടുത്ത് വായിച്ചു ചോദിച്ചു അവര് 2014 പോയെന്നല്ലേ പറഞ്ഞത്, ഇത് 2013 ഡിവോഴ്സ് നോട്ടീസ് ആണല്ലോ. അപ്പൊ നിനക്ക് വേറെ ഇതൊക്കെ എപ്പോഴും സംശയരോഗമാണ്. അതായത് അപ്പം നമ്മള് തെറ്റുകാരിയായതുപോലെ നമ്മൾ ചോദിച്ച തെറ്റാണല്ലോ എന്ന് കരുതി പുള്ളി അവളുടെ അടുത്ത് പെരുമാറി. അതിനുശേഷം കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ കുട്ടിക്ക് എന്നെ തോന്നി. ലാസ്റ്റ് ആ കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചത് അവളുടെ ഒരു ഫ്രണ്ട് വഴിയാണ്. സൂര്യ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ആലുവയിലുള്ള ഒരു പയ്യനുണ്ട്, യൂട്യൂബ് ചാനൽ അങ്ങോട്ട് ഉണ്ട് അയാൾക്ക്. അയാൾ വഴി എനിക്ക് 2019 സെപ്റ്റംബറിൽ എനിക്കൊരു മെസ്സഞ്ചറിൽ മെസ്സേജ് വരികയാണ്. ശ്രീജിത്ത് ശ്രീനിവാസിന്റെ വൈഫായിരുന്ന ആളല്ലേ, താങ്കളെ പറ്റി ഞങ്ങളെല്ലാം അറിഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനല്ലല്ലോ, ഞാൻ വൈഫല്ലല്ലോ, എനിക്ക് വൈഫ് ഇല്ല, പുള്ളിക്കാരൻ ഇപ്പൊ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ടായിരുന്നു, എന്തിനാ എന്നെ അല്ല അവിടെയും പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അറിയേണ്ട കാര്യമില്ല. ആദ്യം കുറെ പ്രാവശ്യം അവോയ്ഡ് ചെയ്തു. പിന്നെ വിത്ത് മൈ ഹസ്ബൻഡ് പെർമിഷൻ ഞാൻ പിന്നെ വർത്താനം പറയാൻ തുടങ്ങി. വർത്താനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ സംഭവം ഉണ്ടായി. ഈ ഓഗസ്റ്റ് മാസം ഈ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് സെപ്റ്റംബറിലാണ് ഈ വീഡിയോ കിട്ടുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ ഒരു അഞ്ജു എന്ന് പറയുന്ന ആ പെൺകുട്ടിയുമായിട്ട് ഇപ്പൊ ന്യൂസിലൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് അറിയാം. അഞ്ജു എന്ന പെൺകുട്ടിയെ അവളുടെ ഹസ്ബൻഡും അമ്മയും നാട്ടിലെ 2 ഫ്രണ്ട്സും കൂടെ ചേർന്നാണ് ഈ ശ്രീജിത്തിനെയും അഞ്ജുവിനെ ഒരു ഫ്ലാറ്റിലിട്ട് പിടിക്കുന്നത്. ഈ സമയത്ത് ചിത്ര ശ്രീജിത്തിന്റെ വീട്ടിലാണ് ഉള്ളത്. ചിത്ര ഡിസ്കഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫിലിം ഡിസ്കഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് എറണാകുളത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന കാര്യം ഇവർക്ക് ആർക്കും അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് അവിടെയിട്ട് അടിച്ചു, നന്നായിട്ട് അടി കിട്ടി എന്നൊക്കെയാണ് അറിഞ്ഞത്. രാത്രി ചിത്ര വീട്ടിൽ പോയി കിടന്നുറങ്ങി. തൃപ്പൂണിത്തുറയിലാണ് ചിത്രയുടെ വീട്. ചിത്രയുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. എന്താ ശേഷം പറഞ്ഞാൽ അത് ഷൂട്ടിംഗ് സ്ഥലത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെയും തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകേണ്ട സ്ഥലത്ത് ഇതൊക്കെ പറഞ്ഞ എൻ്റെ അടുത്ത് ചിത്രയാണ്. ഞാൻ അവിടെ ഇല്ല, എനിക്ക് അറിയത്തില്ല. അപ്പൊ എല്ലാത്തിലും ഒരു ഒളിവും മറയും എല്ലാം. ഒരു കള്ളത്തിന്റെ മേൽ കള്ളം, ഒരു കള്ളം രക്ഷിക്കാൻ മറ്റൊരു കള്ളം പറയാൻ മറ്റൊരു കള്ളം, ഇങ്ങനെ പോയി ലാസ്റ്റ് സത്യം തെളിയുകയാണ് ചെയ്യുന്നത് എല്ലാവരും. അവസാനം ചിത്ര തന്നെ പറഞ്ഞു എന്നോട്, ഞാൻ കേട്ടതും എന്നോട് പറഞ്ഞതും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നാളെ ഞാനാണ് മറ്റൊരു സ്ത്രീയുടെ മുമ്പില് ചിത്ര മോശക്കാരി എന്ന് വരെ ചിത്ര എന്നോട് പറഞ്ഞു. അതെ, ചിത്ര എനിക്ക് വളരെ നന്നായിട്ട് അടുത്തറിയാം, ഞാൻ കണ്ടിരുന്നു, എന്നെ നന്നായിട്ടറിയാം. ഇപ്പൊ ഡിവോഴ്സ് കേസ് തൃപ്പൂണിത്തുറ കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നറിയാം. ഇപ്പൊ പറയുന്നത് 1 മാസമേ ഉള്ളൂ, ഇപ്പൊ എന്തോ ഡിവോഴ്സ് കൊടുത്തിട്ട് 5000 രൂപ മാസം കൊടുക്കണമെന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 1 മാസമേ കൊടുത്തിട്ടുള്ളൂ എന്ന് വരെ ഞങ്ങൾ അറിഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞു കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഇൻട്രസ്റ്റിംഗ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് പീപ്പിൾസ്. ഒരു പ്രാവശ്യം എന്നോടൊന്ന് ചോദിച്ചു എന്റെ ജീവിതത്തിൽ എന്തുണ്ടായെന്ന് ചോദിച്ചു. അത് ഐ എക്സ്പ്ലെയിൻ ഇറ്റ് ഔട്ട്. ഫ്രം ദാറ്റ് ഓൺവേർഡ്സ് ദാറ്റ് ഈസ് ദ എവർ എൻഡിങ് പ്രോസസ്. എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുണ്ട്. അതിലൊരു കുട്ടിയുണ്ട് കേട്ടോ, അതിലൊരു പെൺകുട്ടിയുണ്ട്. അതായത് ഇങ്ങനെയാണ് ഈ പെൺകുട്ടികളൊക്കെ ശ്രീജിത്ത് വലയിൽ വീഴ്ത്തി ഇതാക്കുന്നത്. നല്ല കഴിവുള്ള കുട്ടികളെയാണല്ലോ വലയിൽ വീഴ്ത്തുന്നത്. അതെ, സിമ്പതി ആൻഡ് മെന്റലി ആൻഡ് ഇമോഷണലി ബ്ലാക്ക് മെയിൽ. അതായത് ഇപ്പം ഞാൻ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ടാർഗറ്റ് അതാണെങ്കിൽ ഞാൻ അവരെ ചുറ്റി തന്നെ നിൽക്കും. ലൈക്ക് ദിസ് മോർണിംഗ് ഫോൺ കോൾ, എവിടെ പോകുന്നു, ഞാൻ വരാം, ഞാൻ കൊണ്ടാക്കാം. അപ്പൊ ആരുടെങ്കിലും കാറും ബൈക്കും മേടിച്ചിട്ട് വരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് പുള്ളിയുടെ കാറാണ്, പുള്ളിയുടെ ബൈക്കാണ്,
പുള്ളി വളരെ സെറ്റപ്പാണ്. പിന്നെ പല ആൾക്കാരുടെ അടുത്തേക്ക് പറഞ്ഞിരിക്കുന്നത് അരൂരില് ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു തുണിക്കടയില് സെയിൽസ്മാൻ ആയിരുന്നു, തുണിയൊക്കെ മടക്കി വെക്കുന്ന ആളായിരുന്നു. അന്നേരം ഉള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് പറയണത് ഈ തുണിക്കട എന്റെ സ്വന്തം അച്ഛൻ്റെതാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം വന്നപ്പോ അവർ അന്വേഷിച്ചിട്ട് അവിടെ പോയിട്ടും ഉണ്ടായിരുന്നു. ഒരു പയ്യന്റെ അടുത്തുനിന്ന്, അതായത് ഒക്ടോബർ മാസത്തിൽ ഒരു അരുൺ എന്ന് പറയുന്ന ഒരു ചെക്കനുണ്ട് ആലുവയില്. അവൻ ഒരു മിലിറ്ററി ഓഫീസറാണെന്നാണ് എനിക്ക് അറിയാന്നുള്ളത്. ഞാൻ ഒരിക്കൽ കണ്ടിട്ടുള്ളൂ. അവന്റെ 80,000 രൂപ മേടിച്ചു, 60,000 രൂപ വീട്ടിൽ കൊണ്ട് അമ്മേരെ കൊടുത്തു. അന്നേരം അച്ഛൻ പറയണ്ടായിരുന്നു ഇതിന്റെ പറയും ഇനി ആരൊക്കെ വരുവാവോ. ഇങ്ങനെ അച്ഛൻ എടുത്ത് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് എന്തെങ്കിലും പറയും, നല്ലത് പറയൂ മനുഷ്യ. ശരി കാണാം. അതായത് എന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു കുനിഷ്ടുണ്ടാവുമെന്ന് ആ വീട്ടുകാർക്ക് തന്നെ അറിയാം. അപ്പം 60,000 രൂപ കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു എന്റെ മോള് ജനിച്ച് 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇവിടെ ഇല്ല, പുള്ളിക്കാരൻ കണ്ണൂരാണ്. അപ്പോഴത്തേക്കും ഫേസ്ബുക്ക് വഴി ഇവന്റെ പഴയ ഫ്രണ്ടും ഈ അരുണും കൂടെ കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. ഞാൻ അഡ്രസ് പറഞ്ഞു കൊടുത്തു, കാരണം കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞോട്ടെ, എനിക്ക് ഡീറ്റെയിൽ അറിയില്ലല്ലോ. വന്നപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം എന്റെ കഴുത്തിൽ നല്ല കട്ടിക്കൊരു മാല കിടപ്പുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് ചോദിച്ചു, ചേച്ചി എനിക്കിതൊന്ന് ഊരി തരാവോ? ഞാൻ പറഞ്ഞു, നീ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ഊരി തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് ഊരി തന്നു കഴിഞ്ഞാൽ നീ അകത്താവത്തേ ഉള്ളൂ, ഇത് റോൾഡ് ഗോൾഡാണ്. ഇത്രയും ഞാൻ പറഞ്ഞു. അതെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അയൽവാസികളുമായിട്ട് 20ഓളം കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അയൽവാസിയായിട്ട് അടിപിടി, 20ഓളം പെറ്റി കേസുകൾ അർത്തിങ്കൽ പോലീസ് സ്റ്റേഷനിലുണ്ട്. അതിന് മുഖാന്തരം സ്പെഷ്യൽ കോടതി ഉണ്ടല്ലോ, RDO കോടതി അങ്ങനെ എന്തോ പറയും, ആലപ്പുഴയില് വിളിപ്പിച്ചു അച്ഛനെയും മകനെയും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് അടിയുണ്ടാക്കിയിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീജിത്തിനെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു സാറുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ആനന്ദ് ലാൽ എന്നാണ്. അദ്ദേഹം ഇപ്പം എറണാകുളത്ത് ഏതോ ഒരു സ്റ്റേഷനിലാണ് പുള്ളി, ക്രൈംബ്രാഞ്ചിൽ എവിടെയാണ് പുള്ളി ഉള്ളത്, ആനന്ദ് ലാൽ സാർ. അച്ഛൻ പറയും, എടാ നീ അവനെ ആനന്ദ് ലാൽ സാറിനെ വിളിക്കടാ, ആനന്ദ് ലാൽ സാറിനെ വിളിക്കടാ, അവരെ വിളിക്കടാ, ഇവരെ വിളിക്കടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുക. അതായത് മറ്റുള്ളവരെ പേടിച്ചു. ഞാൻ ഇരിക്കുക തന്നെ 20ഓളം കേസ്, ഞാനുള്ള സമയത്താണ് 20ഓളം കേസ്. എന്നെ നിർബന്ധിച്ചിട്ട് കൊണ്ട് കേസ് കൊടുത്ത ദിവസങ്ങളുണ്ട്. ഈ ഒരു മാസം 2 മാസം ആയ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അർത്തിങ്കൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാത്ത ദിവസങ്ങളില്ലായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആരും പോയില്ലെങ്കിൽ അടി കിട്ടും, പോയില്ലെങ്കിൽ ചീത്ത വിളി കിട്ടും. ഇങ്ങനെയാണ് നടക്കുന്നത്. ഇതാണ് സംഭവം. ഈ കുട്ടി നമ്മുടെ സ്വന്തം കുട്ടിയെ വെച്ചിട്ട് അദ്ദേഹം പരസ്യം ചെയ്തല്ലോ, നമ്മളെയും വെച്ചിട്ട്. അത് ഞാൻ ആക്ച്വലി വീട് വിട്ടു പോയി. കാരണം പറ്റില്ല. കാരണം മകൻ വീട്ടിൽ ഇരിക്കും, അമ്മ ജോലിക്ക് പോവും, ഞാനും ജോലിക്ക് പോവും. ഇവര് ചോദിക്കുമ്പോ ക്യാഷ് 5,000, ഇവന്റെ കേസ് നടത്താനായിട്ട് 5,000, 2,000, 3,000 ഞാൻ കൊണ്ട് കൊടുക്കണം. ഞാൻ ചോദിച്ച ചോദ്യം, എന്നെ ഇവിടെ ആർക്കും അറിയില്ല, ഞാൻ ന്യൂലി ജോയിൻഡ് ആണ് ഒരു സ്ഥലത്ത്, എന്നെ വിശ്വസിച്ചാണ് 5,000 രൂപ തരും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും അച്ഛന്റെയും മകന്റെയും ഓരോ പ്രോബ്ലംസും മാറ്റാനായിട്ട് ഞാൻ നടന്നത്. ഇനി അത് നിങ്ങൾ നോക്കണം, എന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പ്രശ്നങ്ങൾക്ക് പോവാതിരുന്നാ പോരെ, അത് കൊച്ചുകുട്ടിയല്ലല്ലോ പിടിച്ചിരുത്താനായിട്ട്. ഇത് ജയിലിൽ നിന്ന് വന്ന് കഴിഞ്ഞ സമയത്തുള്ള കാര്യമാണ്. ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒന്നില്ലെങ്കിലും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പുള്ളി വന്ന് TV ഓൺ ചെയ്തിട്ട് സോഫയിൽ കിടന്നിട്ട് കാണുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ CNN ചാനലിലൊക്കെ നമ്മുടെ ഈ ക്രൈം സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സീരിയൽസ്, ഒരു ക്രൈമിനെ സീരിയൽ ഷോട്ട് ആക്കിയിട്ട് കാണിക്കുന്ന കുറെ കാര്യമുണ്ട്. ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു, പ്രതി എങ്ങനെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു, പോലീസുകാർ എന്താണ് അവരെ കുറിച്ച് പറയണത്, അങ്ങനെ ഒരു പ്രോഗ്രാം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതാണ് ഫുൾ ഡേ കണ്ടോണ്ടിരിക്കുന്നത്. ആരോടും സംസാരിക്കത്തില്ല. ഇതെന്തിനാ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, വെറുതെ എന്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനാണെന്ന് പറയും. ഞാനപ്പോ എന്നാ പിന്നെ കാർട്ടൂൺ കണ്ടുകൂടെ? കാർട്ടൂൺ മിക്കി മൗസിന്റെ ഒക്കെ കാർട്ടൂൺ കാണാം. നിനക്കെന്തറിയാം പോന്നു. അന്നേരം
എനിക്കൊരു സംശയം തോന്നി. കാരണം വെച്ചാൽ ഇനി അടുത്ത ഇങ്ങനെ ഒരാള് ഇങ്ങനെ ഇതിൽ കാണണമെങ്കിൽ ഇനി അടുത്ത വേറെ എന്തെങ്കിലും വലിയൊരു പ്ലാനിങ് ഉണ്ടാവും പുള്ളിയുടെ മനസ്സിൽ. പുള്ളിക്ക് പെട്ടെന്ന് പണക്കാരനാവാം. പുള്ളിക്ക് ഭയങ്കരമായിട്ട് പണത്തിനോട് ആർത്തിയാണ്. ആ പണത്തിന് ആർത്തിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. വുഡ്ലാൻഡിന്റെ ഷൂ ഇടത്തുണ്ടായിരുന്നുള്ളൂ. നമ്മൾ കാണുന്ന സമയത്തൊക്കെ വുഡ്ലാൻഡിന്റെ ഷൂ ഇടത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ട് ഈ പൈസ മേടിച്ചോണ്ടുമ്പോഴത്തേക്കും എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം. കാരണം മകന്റെ കേസ് എടുത്താൽ ഞാൻ ഒരുപാട് പലിശക്ക് പൈസ എടുത്തിട്ടുണ്ട് എന്ന് അമ്മ തന്നെ പറയുന്നു. അങ്ങനെയാണ് ഈ വീട് മുടിഞ്ഞെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി അത് പിന്തുടരണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി നടക്കാത്ത കേസാണെന്ന് മനസ്സിലായപ്പം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു എന്റെ കൊച്ചിനെയും കൊണ്ട്. ഓഫീസിലെ ഓണം ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഈ കുഞ്ഞിനെ ഡേ കെയറിലാക്കുകയാണ് വീട്ടില്, ഒരു വീട്ടില്. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് കൊണ്ടുപോകണം ഓഫീസിൽ, എനിക്ക് വേണമെന്ന് പറഞ്ഞു. അന്നേരം കുഞ്ഞിന്റെ കഴുത്തിൽ ഒരു മാല ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്വർണ്ണമാല. ഞാൻ അത് അവിടെ ഊരി വെച്ച് അവിടെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവൻ ജയിലിൽ നിന്ന് വന്നിട്ട് ഇവൻ അന്നേരം ആ സമയത്ത് ചേർത്തലില്ല, അവൻ ചെന്നൈക്ക് പോയിരിക്കുകയായിരുന്നു. പിന്നെയും ചെന്നൈക്ക് പോയി. കാരണം മുമ്പ് അവിടെ വർക്ക് ചെയ്ത് ആ കമ്പനി ഇല്ലേ അയാളടുത്ത് അമ്മയ്ക്ക് സുഖമില്ലെന്നോ അമ്മ മരിച്ചുപോയെന്നോ കണ്ട പറഞ്ഞിട്ടാണ് അവിടെ കയറിയത് രണ്ടാമത്. കള്ളത്തിന്റെ മേലെ കള്ളം. അപ്പൊ ഞാൻ അതിനെ ഇട്ടിട്ട് പോന്നു. ഇട്ടിട്ട് പോയ സമയത്ത് എന്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാനില്ല എന്ന് പറഞ്ഞ് ലുക്കൌട്ട് നോട്ടീസ് സർവീസ് പർപ്പസ് ഫയൽ ചെയ്തപ്പോഴത്തേക്കും ലുക്കൌട്ട് നോട്ടീസ് ഇടിപ്പിച്ചു. ആ ലുക്കൌട്ട് നോട്ടീസ് ഇട്ടു. ഞാൻ വക്കീലിനെ അറേഞ്ച് ചെയ്തു. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാനും മകളും കോടതിയിൽ വന്ന് ഹാജരായി. കോടതിക്കകത്തിട്ട് എന്നെ അടിച്ചു. കോടതിക്കകത്തിട്ട് പിടിയും വലിയായിട്ട് എന്നെ അടിച്ചു. അപ്പൊ ചേംബറിനകത്ത് പോയിട്ട് ജഡ്ജ് അദ്ദേഹത്തിനെ വെളി വരികയാണ് ചെയ്തത്. വിളിച്ച് കോടതിയിലുള്ള എല്ലാ അഡ്വക്കേറ്റ്മാരും ശ്രീജിത്തിനെതിരെ മൊഴി പറഞ്ഞു. ഇയാള് അടിച്ചു എന്ന്. എന്റെ കയ്യിൽ മാന്തിയ പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനാണ് പിരിഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ അന്നേരം ഗൾഫില് പേപ്പർ ഉണ്ടായിരുന്നു, അത് കാണിച്ചു. മാതൃഭൂമി മനോരമയില് വന്ന പേപ്പർ കട്ടിങ് കാണിച്ചു. ജയിലിൽ കിടന്ന പേപ്പർ കട്ടിങ് കാണിച്ചു. മിനിമം ആയിട്ടുള്ള ഡിവോഴ്സ് നോട്ടീസ് കാണിച്ചു. ആറാമത്തെ മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ്, മായിത്തറ പുതിയ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇദ്ദേഹം അഡ്രസ് മാറ്റി പുതിയൊരു പാസ്പോർട്ട് അപ്ലൈ ചെയ്തു. എമർജൻസി പാസ്പോർട്ട് വരികയും ചെയ്തു. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പാസ്പോർട്ടുകാര് എങ്ങനെയാണ് എനിക്കറിയില്ല അതിന്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് ഒരു നോട്ടീസ് വന്നു. ആസ് സൂൺ ആസ് പോസിബിൾ യു ഹാവ് ടു സറണ്ടർ ദ പാസ്പോർട്ട്. ഓൾറെഡി യു ഹാവ് എൻ എക്സിസ്റ്റിംഗ് പാസ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. അത് ഇവരുടെ ആരുടെയും കയ്യിലല്ല കിട്ടിയത്, എന്റെ കയ്യിലാണ് കിട്ടിയത്. ഞാൻ അതും കൊടുത്തു. അപ്പം നിങ്ങൾ തമ്മില് കല്യാണം കഴിക്കാത്ത സ്ഥിതിക്ക്, ലീഗലി കല്യാണം കഴിക്കാത്ത സ്ഥിതിക്ക് ലിവിങ് ടുഗദർ ആണ്. അതിനാൽ ഈ കേസ് എനിക്ക് ഫാമിലി കോർട്ടില് വിടാൻ പറ്റില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പെൺകുട്ടി ആയത് കാരണം അമ്മയുടെ കൂടെ തന്നെ ഇരിക്കട്ടെ. അമ്മ എഡ്യൂക്കേറ്റഡ് ആണ്, അമ്മയ്ക്ക് ജോലിയുണ്ട്, അമ്മയുടെ കൂടെ പോട്ടെ. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, നീ എന്തിനാണ് ഇങ്ങനെ പിരിയഡ്? ഞാൻ അന്നേരം പറഞ്ഞ എങ്ങനെയാണ്, ഒരു കള്ളന്റെ മകളായിട്ട് വളർത്താൻ താല്പര്യമില്ല. ഒരു നേരത്തെ ഭക്ഷണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അത് ഞാൻ എങ്ങനെയെങ്കിലും അധ്വാനിച്ച് നല്ല രീതിയിൽ അധ്വാനിച്ച് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എനിക്കിനി ഇവരുടെ ഇതില്ല. അന്നേരം ഇവര് പറയാണ് ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് 50 പവന്റെ ആഭരണവും അതും എടുത്തിട്ട് പോയെന്ന് പറഞ്ഞു ജഡ്ജിന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു സാർ ഞാൻ സമ്മതിക്കുന്നുണ്ട് സാർ, 50 പവന്റെ ആഭരണം വീട്ടിൽ വച്ചിരിക്കുന്നവരുടെ കഴുത്തിലും കാതിലും ഉള്ളത് റോൾഡ് ഗോൾഡ് ആണെങ്കിൽ 50 പവൻ അവരെന്തിനാ വീട്ടിൽ വെച്ചിട്ട് ഈ റോൾഡ് ഗോൾഡ് ഇട്ടോണ്ട് നടക്കുന്നത് സാർ? മനസ്സിലായില്ല. ഞാൻ സാർ ഈ കാണുന്നൊക്കെ റോൾഡ് ഗോൾഡാ. ഈ അമ്മയുടെ കാതിൽ കാണുന്ന കമ്മലൊഴികെ ബാക്കി എല്ലാം റോൾഡ് ഗോൾഡാ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കള്ളത്തരം പറയണെന്ന് ചോദിച്ചിട്ട് അവരെ തന്നെ വഴക്ക് പറഞ്ഞിട്ട് വേറെന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ നിന്ന് എറണാകുളം വരെ പോകാനായിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് എന്നെ ഡ്രോപ്പ് ചെയ്തത്. കമ്പനി വിത്ത് മൈ അഡ്വക്കേറ്റ്. അത് കഴിഞ്ഞിട്ട് എന്റെ അഡ്വക്കേറ്റിനെ പലതവണ ഇവര് വിളിച്ചു. എന്റെ വീട്ടിലെ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് പലതവണ ഡിസ്റ്റർബ് ചെയ്തു. ഇവരുടെ ഒരു അയൽവാസിയുണ്ട്, നേമം ലോറൻസ് എന്ന് പറഞ്ഞിട്ടൊരുത്തൻ. അയാളെ വെച്ചിട്ടാണ് പലയിടത്തും ഫോൺ ചെയ്യിപ്പിക്കുന്നത്. എന്റെ അമ്മയോട് പറയാണ് ശ്രീജിത്തിന്റെ അമ്മയ്ക്ക് അൾഷിമേഴ്സായി, കുട്ടിയുടെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ, ഒന്ന് കുട്ടിയെ കാണിപ്പിക്കണം.
ചിത്ര വീട്ടിൽ നിൽക്കുക തന്നെ ശ്രീജിത്തിന്റെ അച്ഛൻ വിളിച്ചിട്ട് എന്റെ വീട്ടിൽ വിളിച്ചിട്ട് പറയാണ്, ഞാൻ കുട്ടിയുടെ പേരില് 5 ലക്ഷം രൂപ FD ഇട്ടിട്ടുണ്ട്, എന്റെ വൈഫ് റിട്ടയർഡ് ആയപ്പോ അത് ഒന്ന് മേടിച്ചിട്ട് പൊക്കോളാൻ പറയണം എന്ന്. ഇങ്ങനെയൊക്കെ പലതരത്തിലും കള്ള് കുടിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ നേരെ ഫോൺ ചെയ്യാം. എന്തിനാ? അയാള് ചിത്രയെ കല്യാണം കഴിച്ച അതിലൊരു കുട്ടിയായി എന്നെ തെറ്റുകാരിയാക്കി സമൂഹത്തിൽ കാണിക്കണമെങ്കിൽ നീ ജീവിച്ച് കാണിച്ചു തരണമായിരുന്നു. ഇല്ലേ? ഇപ്പൊ ഞാൻ തെറ്റുകാരിയാണ്, മിനി തെറ്റുകാരിയാണ്, മറ്റ് ഈ ലോകത്തുള്ള സകല ആൾക്കാരും തെറ്റുകാരാണെങ്കിൽ ചിത്രേനെ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചെങ്കിൽ അതിലൊരു കുട്ടി ഉണ്ടായെങ്കിൽ അതിനെ നന്നായിട്ട് നോക്കി നീ സമൂഹത്തിന് കാണിച്ചു തരണമായിരുന്നു, ഞാൻ തെറ്റുകാരനല്ല, എന്റെ കൂടെ വന്ന സ്ത്രീകളാണ് തെറ്റുകാരി എന്ന് കാണിച്ചു തരണമായിരുന്നു. അത് അവിടെയും ഫെയിലായി. ഈ അടുത്ത കാലത്ത് പരസ്യം ചെയ്തല്ലോ അവര് സോഷ്യൽ മീഡിയ വഴി കുട്ടീനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെയും കുട്ടീനെ കൂടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചല്ലോ. അതെ, അത് പഴയ ലുക്കൌട്ട് നോട്ടീസിനെ വെച്ചിട്ടാണ് ഇപ്പോഴും എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണത്. എന്നാ ഞാൻ അതിനെ റിയാക്ട് ചെയ്യാതിരിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ പുറകെ പോകാൻ വയ്യാഞ്ഞിട്ടാണ്. ആക്ച്വലി ഒരു കേസ് കഴിഞ്ഞു, അതിനകത്തുനിന്ന് ഒരു കോടതിക്കകത്തുനിന്ന് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക്, ഒരു കോമൺ പേഴ്സണിന് മനസ്സിലാവും ഒരു കേസിന് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി, ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞിട്ടും അതിന്റെ പേപ്പർ വെച്ചിട്ട് ഒരാളെ ത്രെട്ടനിങ് ചെയ്യണത് വളരെ ക്രിമിനൽ പരമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിമിനൽ ഒഫൻസ് ആണ്. അതായത് കോടതി അധിക്ഷേപിച്ചു എന്ന് വരുത്തി കേസെടുക്കാൻ പറ്റും കോടതിക്ക്. ഇയാള് എന്താണ് സർ എന്റെ അഭിപ്രായത്തില് ആദ്യത്തെ മിസ്റ്റേക്ക് ഫ്രം ദെയർ പാരന്റ്സ്. അവരുടെ പാരന്റ്സ് എപ്പം മുതലാണോ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒരു കൺട്രോൾ വെച്ച് മകനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുതായിരുന്നു. ഒരു തെറ്റിന്ന് രണ്ടാമത്തെ തെറ്റിന്ന് മൂന്നാമത്തെ തെറ്റ്. അതായത് ഇയാളുടെ കൂടെ ഇറങ്ങി വന്നത് കാരണം എന്നെ എന്റെ വീട്ടുകാര് കേറ്റിയിട്ടില്ല വീട്ടില്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അമ്മ തന്നെയാണ് എന്റെ ചോദിക്കുന്നത്, ഇങ്ങനെ അച്ഛനും അമ്മയും ഉണ്ടാവുമോ? ഇങ്ങനെ ക്രൂരമായ അച്ഛനും അമ്മയും ഉണ്ടാവുമോ? സ്വന്തം ഒരു മകളല്ലേ ഉള്ളൂ, സ്വന്തം മകളില്ലേ? പക്ഷെ എനിക്ക് എന്റെ വീട്ടിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്നും അറിയാം. ഇപ്പൊ എനിക്ക് വയസ്സ് 35+ ആണ്. പക്ഷെ ഇന്നും എന്റെ പാരന്റ്സോ അല്ലെങ്കിൽ അമ്മയും ചിറ്റമ്മമാരും ഇരുന്ന് സംസാരിക്കുന്ന ഇടയിൽ ഞാൻ പോയി ഇരിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ് എന്റെ വീട്. ആ തരത്തിലുള്ള സിസ്റ്റമാറ്റിക് ഉള്ള വീടാണ്. അപ്പൊ അവര് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ക്രൂരമായ അമ്മയും അച്ഛനും. ഞാനൊക്കെ ആണെങ്കിൽ കണ്ടോ എന്തെല്ലാം ഉണ്ണി ചെയ്തിട്ട് ഞാൻ ഉണ്ണിയന് ഒന്നിന് കഴുകനും കാക്കയ്ക്കും കൊടുക്കാതല്ലേ വളർത്തുന്നത്. പക്ഷെ ഇവരത് അറിയുന്നില്ലായിരുന്നു, ഈ കഴുകനും കാക്കയ്ക്കും കൊടുക്കാതെ വളർത്തുന്ന ഒരു രാജവെമ്പാലയാണെന്ന് ഇവർക്ക് ഇത് ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇവര് ഈ നിമിഷവും മനസ്സിലാക്കില്ല. ഇതിനപ്പുറമുള്ള എന്ത് കേസ് കൊണ്ട് കൊടുത്താലും ആ സ്ത്രീ, അവരുടെ അമ്മ മനസ്സിലാക്കത്തില്ല. അവരുടെ അമ്മ അവരുടെ അച്ഛനെയും കൺവിൻസ് ചെയ്യും. ഈ സ്ത്രീകളെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഒരു ഹോബിയാണ്. അതെ. അതിന് എവിഡൻസ് എന്റെ കയ്യിലും ഉണ്ട്. ഈ ശ്രീയ അയ്യറിന്റെ ന്യൂഡ് ഫോട്ടോസ് എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് മർദ്ദിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് ശ്രീയനെ. പല പെൺകുട്ടികളെ സിനിമയിൽ അഭിനയിക്കാം, സീരിയൽ അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് വലയിൽ വീഴ്ത്തി അവരെ വെച്ചിട്ട്. ഉണ്ട് അങ്ങനെയുണ്ട്. സീരിയൽ അഭിനയിപ്പിക്കാം. വളരെ ഫേമസ് ഡയറക്ടറാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴത്തേക്കും കൈരളി ചാനലിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് കുറെ സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റുമല്ലോ. അവരുമായിട്ടൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുക, അത് പലർക്കും അയച്ചു കൊടുക്കുക, എന്നിട്ട് അവരുമായിട്ട് സംസാരിച്ചു തുടങ്ങുക, അവരെ വലയിൽ വീഴ്ത്താൻ. ദിസ് ഈസ് ദ ഓൺലി വേ. ബിക്കോസ് ഇപ്പോഴത്തെ പിള്ളേർക്ക് എങ്ങനെയെങ്കിലും ഫെയിം ആവണം, എങ്ങനെയെങ്കിലും ക്യാഷ് സമ്പാദിക്കണം. അപ്പൊ ആരുടെ വലയിലാണ് പോയി വീഴുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. സിനിമയിൽ പാലിപ്പിക്കാം. ബോൺ ക്രിമിനൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ് അഭിപ്രായം? സർ, അക്കോർഡിംഗ് ടു ഹിസ് ക്യാരക്ടർ ആൻഡ് ദ എവറിത്തിങ്, ഹി ഈസ് എ ബോൺ ക്രിമിനൽ ഓൺലി. അത് ഇപ്പൊ സാറിന്റെ അടുത്ത് ഒന്ന് സംസാരിച്ചാൽ പോലും സാറിന് മനസ്സിലാവില്ല വെദർ ഹി ഈസ് ജെന്യുയിൻ ഓർ നോട്ട്. ആഫ്റ്റർ 1 week യു വിൽ റെക്കഗ്നൈസ് ഹൗ ഹി ഈസ് ആൻഡ് വാട്ട് ഹി ഈസ്. അല്ല, എന്റെ അടുത്ത് വന്നപ്പോൾ വളരെ വളരെ നല്ല രൂപത്തിലുള്ള പെരുമാറ്റം.
കൈരളിയിൽ വർക്ക് ചെയ്തത്, ജനത്തിൽ വർക്ക് ചെയ്തത്, ഫ്ലവേഴ്സിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ജനത്തിലായിരുന്നില്ലേ ചിത്ര? അതെ സാർ, അങ്ങനെ പറയുന്ന സമയത്ത് സാറിനെ പോലെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാള്, യു ഹാവ് ടു എൻക്വയർ ദർ. അവനെ എന്തിനാണ് പുറത്ത് വിട്ടത്? തല്ലിയാണോ? അവിടുത്തെ അതായത് സ്റ്റാഫുകളെ തമ്മിൽ ആദ്യം അടുപ്പിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നുവെച്ചാൽ ഇപ്പം പഴയ സ്റ്റാഫിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് മറ്റേ ശകുനിയുടെ പണി ചെയ്യും. അങ്ങടും ഇങ്ങടും കൊടുക്കും. ഈ സെയിം ക്യാരക്ടറാണ് പുള്ളിയുടെ അച്ഛനുള്ളത്. കാരണം കുടുംബത്തിൽ അങ്ങടും ഇങ്ങടും പറയിപ്പിക്കുക. അങ്ങനെ പറയിപ്പിച്ച് കുടുംബത്തിനകത്ത് തന്നെ ഒരു സ്ത്രീയെ വെളിയിലാക്കിയിട്ടുണ്ട് ഇവര്. അതായത് ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന കക്ഷിയുടെ അനിയനുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യ 3 മക്കളെ പ്രസവിച്ചിട്ട് അദ്ദേഹം ഗൾഫിൽ പോയപ്പം അവരുടെ ജീവിത ശൈലി കണ്ട് സഹിക്കാൻ വയ്യാത്ത ഇദ്ദേഹം ഇവിടെ ഇരുന്നു കൊണ്ട് കത്ത് എഴുതിയെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ഈ ശ്രീജിത്തിന്റെ അച്ഛനെ പറ്റി എനിക്കറിയില്ല. എന്റെ അറിവിലും ഇതിലോ ഒരു 10-12 പെൺകുട്ടികൾ ഇയാള് കാരണം വഴിയാധാരമായിട്ടുണ്ട്. പലരും പുറത്തു പറയാൻ മടിക്കുന്നു. ഇതിനിടയിൽ ഒരു സീക്വൻസും കൂടെ ഉണ്ട് സാർ. അതായത് ചിത്ര ഇരിക്കുകയാണോ, ചിത്രയുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എങ്ങാണ്ടാണ് തൃശ്ശൂരിലൊരു സിംഗറുണ്ട്. ആ പുള്ളിക്കാരിയായിട്ട് റിലേഷൻ ആയിരുന്നു. എല്ലാം കഴിഞ്ഞു. അവസാനം അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവള് തൃശ്ശൂർ DSPക്ക് കൊണ്ട് ഒരു പേഴ്സണലി കത്ത് കൊണ്ടു കൊടുക്കുകയും ഇവനെ വിളിപ്പിച്ച് വാർണിംഗ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇപ്പൊ ഉള്ള ഒരു കുട്ടിയില്ലേ, കുട്ടികളിൽ 5 അല്ലേ, 5. അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ് പെർ മൈ നോളേജ്, അതായത് നമ്മുടെ ഈ അഞ്ജുവിന്റെ ഭർത്താവായിരുന്ന ജിൻസും കാരണം ഒരു ഫാമിലി തകർന്നിട്ടുണ്ട്, മറ്റൊരു ഫാമിലി തകർന്നിട്ടുണ്ട്. പെരുമ്പാവൂര് ഒരു നല്ലൊരു നായർ ഫാമിലിയും കൂടെ ഇവര് തകർത്തിട്ടുണ്ട് ഈ അഞ്ജു. ആ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്താ ചെയ്യാൻ പറ്റും? ഐ ആം നോട്ട് ദ പേഴ്സൺ. ചിത്രയാണ് വൈഫ്. ചിത്രയോട് പോയി ചോദിക്കൂ. എനിക്കറിയില്ല. എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആരുടെയും തലയിൽ പഴി വെക്കാതെ ഞാൻ സ്വന്തം വഴി തെരഞ്ഞെടുത്ത് കൊച്ചിനെയും കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ്. കോടതിയിൽ എന്റെ കേസ് ഇടുമ്പോഴത്തേക്കും കോടതിയിൽ ഇവരുടെ അച്ഛൻ പറയാണ്, ഞങ്ങൾ ഇപ്പോഴും ക്ഷമിച്ച് തിരിച്ചെടുക്കാൻ തയ്യാറാണ് ഈ കുട്ടീനെ, എന്റെ മരുമകളെ. എനിക്ക് പോണ്ട, എനിക്ക് വയ്യ പോവാൻ. ഒരു നിവൃത്തിയില്ല നിൽക്കുകയാണ്. മുന്നോട്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല നാളെ. എന്നിരുന്നാലും ഞാൻ തിരിച്ചു പോകാൻ തയ്യാറല്ല. 3 നേരത്തെ ആരാണെങ്കിൽ നമുക്ക് പിച്ച എടുത്ത് വേണമെങ്കിലും കഴിക്കാം. വല്ലാത്തൊരു ഡയലോഗാണ് നേരത്തെ പറഞ്ഞത്. അതായത് എന്റെ കുട്ടി ഒരു കള്ളന്റെ മകളാണെന്ന് അറിയണ്ട എന്ന് പറയുന്നൊരു വാക്ക്. സർ സത്യമാണ്, എനിക്ക് അങ്ങനെ വളർത്താൻ താല്പര്യമില്ല. ഇപ്പൊ ഒരു സിംഗിൾ മദർ ആണെങ്കിലും നമുക്കൊരു വീട്ടുവേല ചെയ്താലും പഠിപ്പും കാര്യങ്ങളൊക്കെ കുടുംബ പുരാണമൊക്കെ മാറ്റി വയ്ക്കും. നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ 3 നേരം ആഹാരം കഴിക്കണമെങ്കിൽ വീട്ടുജോലി ചെയ്താലും നമുക്ക് കൊച്ചിനെ പോറ്റാൻ പറ്റും. പക്ഷെ മോഷ്ടിച്ചോണ്ട് വന്നിട്ടോ ഒരാളെ ചതിച്ചിട്ടോ അകപ്പെടുത്തിയിട്ടോ മറ്റുള്ളവരുടെ ശാപം വാങ്ങിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഒരമ്മ എന്ന നിലയിലോ ഒരു അച്ഛൻ എന്ന നിലയിലോ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധി സദ്ബുദ്ധി ആവത്തില്ല, ഒരിക്കലും ആവത്തില്ല. അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കേട്ടില്ലേ ആ പെൺകുട്ടിയുടെ ദുഃഖകരമായ കഥ? ശ്രീജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന തെമ്മാടി നശിപ്പിച്ചുള്ള കഥ. ഇതുപോലെ ശ്രീജിത്ത് ശ്രീനിവാസൻ നശിപ്പിച്ചുള്ള നിരവധി പെൺകുട്ടികളുണ്ട്. ഇതേപോലെ അദ്ദേഹം തട്ടിപ്പ് നടത്തിയുള്ള ധാരാളം ആളുകളുണ്ട്. അത്തരം ആളുകൾ അവരുടെ അനുഭവങ്ങൾ ക്രൈമിന് പങ്കെടുക്കുക. ഇനി മേലിൽ ഒരാളും ഈ തട്ടിപ്പ് വിവരന്റെ വലയിൽ കുടുങ്ങി നശിച്ചു പോകരുത്. ഒരു ചാനലും ഇതുപോലെ കുടുങ്ങിപ്പോകരുത്. ഇത്തരം തട്ടിപ്പുകാരെ തുറന്നു കാണിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ക്രൈമിനുണ്ട്. അതേപോലെ ഒരു പെൺകുട്ടിയും ഇത്തരത്തിലുള്ള ഒരു കള്ളൻ്റെ ക്രിമിനലിൻ്റെ വലയിൽ ചെന്ന് പെട്ടുപോകരുത്. ആ ജീവിതം കട്ടപ്പുകയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ പല പെൺകുട്ടികളെയും വലയിൽ വീഴ്ത്തി സീരിയൽ നടികളാക്കാം, സിനിമാ നടിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടികളെ പെൺവാണിഭ്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ അഡ്രസ്സ് ഇതോടൊപ്പം ചേർക്കുന്നു.